ഇന്നത്തെ വീഡിയോ എങ്ങനെ എടുക്കണം എന്തൊക്കെ പറയണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങോട്ട് എടുത്തത് തന്നെ അങ്ങനെ എടുത്തെടുത്തല്ലേ ശരിയാവല്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ കേട്ടോ. എൻ്റെ രാവിലെ മുതൽ ഞാൻ ചെയ്യുന്ന കുറേ ക്ലീനിങ് പരിപാടി, കുക്കിങ്, അങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റത്. ഇന്നലെ നേരത്തെ കിടന്നിട്ടില്ല, നേരം വൈകിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ഇന്ന് നേരം വൈകി എണീറ്റു. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ വെള്ളപ്പവും ഇഷ്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പ്രഭാത ഭക്ഷണമാണ് ഇഷ്ടുകറിയും വെള്ളപ്പവും. അങ്ങനെ ഏട്ടൻ 7 മണിയാകുമ്പോഴേക്ക് പോകണം. ആ സമയമാകുമ്പോഴേക്ക് എല്ലാം റെഡിയാക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചായയൊക്കെ കുടിച്ച് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കും. രാവിലെ എൻ്റെ മോൾ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ ഒരു പണിയെടുക്കാനും സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡും ചോറ്, കറി, ഉപ്പേരി, പപ്പടം, മീൻ പൊരിച്ചത്, അങ്ങനെ എന്തൊക്കെയാണോ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് അത് മൊത്തമായിട്ട് രാവിലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. എൻ്റെ മോൾ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ ഒരു പണിയെടുക്കാനും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ മോന് സ്കൂളിലും പോകുമ്പോഴേക്ക് അങ്ങനെ എല്ലാവരും ഒരുവിധം പണിയൊക്കെ ഞാൻ തീർക്കും കേട്ടോ. അവർ 2 പേരും ഉറങ്ങുകയാണ്. ഞാനിവിടെ ചോറൊക്കെ അടുപ്പിലായിട്ട് വെക്കുന്നത്. ഗ്യാസിൽ ഞാൻ വെക്കാറില്ല കേട്ടോ. ചോറ് വെക്കലും വെള്ളം തിളപ്പിക്കലൊക്കെ അടുപ്പത്ത് തന്നെയാട്ടോ. എനിക്കതാണ് ഇഷ്ടം. ഒരുപാട് ഉണങ്ങാനുണ്ട്. ഒരുപാട് ദിവസമായി മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ട് ഇനി ഹോളിൽ അയൽ കെട്ടിയിട്ട് ഫാനിട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. അതിൽ ഉണക്കാനിട്ടിട്ട് അങ്ങനെ. ഇന്ന് വെയിലുള്ളതുകൊണ്ട് ഞാൻ വേഗം പണി തീർത്തിട്ട് ഈശ്വരാന്ന് വെയിൽ പോകരുതേ, മഴയൊന്നും പെയ്യരുതേ എന്ന് വിചാരിച്ചിട്ടാട്ടോ പണിയെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ റിനുമോൾ എണീറ്റ് വന്ന് പിന്നെ ഞാൻ അവളെ എടുത്തിട്ടാട്ടോ ഈ മുരിങ്ങൻ്റെ ഇലയൊക്കെ നന്നാക്കിയത്. ഇന്ന് മുരിങ്ങൻ്റെ ഇലയും പരിപ്പും ചക്കക്കുരുവാണ് കേട്ടോ കറി. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. റിനു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവളെ ഞാനൊരു സോപ്പിട്ട് അവിടെ ഇരുത്തിയതാട്ടോ. എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ പുറകെ നടക്കും. അവളുടെ സ്വഭാവമാണെങ്കിൽ കുറേ സമയമാവും. അതാ ഞാൻ പിന്നെ വേഗം പണിയൊക്കെ തീർക്കാനുള്ള പാടൊക്കെ നോക്കുന്നത്. അങ്ങനെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി റിനുമോക്ക് എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ ആളവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കും. ഇതാ ഇവളെ വേറൊരു പരിപാടി കേട്ടോ. കസേര നീക്കി കൊണ്ടുവരിക, ഈ മേശൻ്റെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും മറിച്ചിടും, വെള്ളം ചിന്ത, അവിടെ എന്തൊക്കെയുള്ള അതൊക്കെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കും. റിത്തൂസ് വേഗം എണീറ്റ് അവന് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ കാർഡാണ് അവൻ റെഡിയാക്കുന്നത്. ഇന്നലെ രാത്രി ഫുള്ളായില്ല കേട്ടോ ശരിയാക്കിയപ്പോൾ. ഇന്ന് രാവിലെ എണീറ്റ് ശരിയാക്കുകയാണ്. പിന്നെ ഇന്ന് ഉണക്കലാണ് മീൻ. ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഉണക്കലാണ് ഇട്ടത്. അയല ഒരു ദിവസം കുറച്ചധികം മീൻ കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഉണക്കലാക്കാന്ന്. അതും കൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മുരിങ്ങൻ്റെ ഇല ഉപ്പേരി വെച്ചിട്ടുണ്ട്. മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളി ഞാൻ ഉള്ളിയിൽ വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, സുർക്കൊക്കെ ഒഴിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ, അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് ഞാൻ വേഗം പോയി അരി ഇടട്ടെ കേട്ടോ. അതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി. അത് ഞാൻ വേറെ ഡവറയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് വാർക്കാൻ നേരത്തെ അതിലേക്ക് തന്നെ ഒഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ ഉണക്കലുണ്ടാക്കുന്നത്. നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ല കാര്യം തോന്നും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഏറ്റവും നല്ലതല്ലേ, മക്കളൊക്കെ കഴിക്കുന്നതല്ലേ. അതിൻ്റെ ഇടയ്ക്ക് റിത്തൂസിന് ഞാൻ വെള്ളം തിളപ്പിച്ച് ഞാൻ കുളിക്കാൻ പോയി. അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടോ. എല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ലേ. അപ്പോഴേക്കും മോളൂസ് വന്നിട്ടോ. ഏട്ടൻ്റെ അനിയൻ്റെ മോളാണ് മോളൂസ്. അവൾ താഴേക്ക് വരും കേട്ടോ. അവരുടെ വീട് കുറച്ച് മേലേക്കാണ്. ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ് കയറുക. അപ്പോൾ അവൾ അവിടേക്ക് ഇന്ന് നേരത്തെ വന്നുകൊണ്ട് നമ്മളടുത്തേക്ക് വന്നതാണ്. അങ്ങനെ റിത്തൂസ് പോയിട്ടോ. പോയി ഞാൻ വേഗം വീട്ടിലേക്ക് വന്ന് റിനുവിനെ മേലൊക്കെ കേൾക്കിച്ച് ഉറക്കിയേ. അവൾക്ക് ചെറുതായിട്ടൊരു ജലദോഷമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മേലെ കേൾച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണക്കാനിട്ട്, വിറകുണക്കാനിട്ട്, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അതൊന്നും എടുക്കാനുള്ളൊരു ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല കമൻറ്റൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ടാറ്റാ.